Dear students, നമ്മൾ ഈ വീഡിയോയിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 2022 ജാനുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു 2 വീഡിയോയിൽ ഈ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് 2022 ചോദിച്ചിരിക്കുന്നത് എന്താ? എക്സ്പ്ലെയിൻ എക്കോളജിക്കൽ ഫാക്ടർ വിത്ത് ആൻ എക്സാമ്പിൾ. എക്കോളജിക്കൽ ഫാക്ടർ ഇപ്പം എന്തൊക്കെയാണ്? എക്കോളജിക്കൽ ഫാക്ടർ ഒരു പാരിസ്ഥിതിക ഘടകങ്ങളാണ്. ഇപ്പം എക്കോളജിക്കൽ ഫാക്ടർ ഇപ്പം ഭൂമിയിൽ ജീവജാലങ്ങളുടെ ഉത്ഭവത്തെയും വളർച്ചയെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എന്തൊക്കെയാണ്? എക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആർ എൻവയൺമെൻറ്റൽ വേരിയബിൾസ് that impact organisms and contribute to their characteristics of behavior. These factors cause dynamic changes in a population or species in a particular geographical region. An example item the climatic factors which include rainfall, atmospheric humidity, wind, atmospheric gases, temperature and light. ഇതെല്ലാം എന്തൊക്കെയാണ്? അതിൻ്റെ എക്സാമ്പിൾ ആണ് എക്കോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ. Then second question is what are the differences between inexhaustible natural resources and exhaustible natural resources? ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നതും ഉപയോഗിക്കും തോറും വീണ്ടും വന്നാൽ നമുക്കെന്താ വീണ്ടും നമുക്ക് റെപ്ലനിഷ് ചെയ്യാൻ സാധിക്കുന്നതും ആയ നാച്ചുറൽ റിസോഴ്സസ്. എൻ്റെ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സോസ്റ്റബിൾ റിസോഴ്സസ്. ദീസ് റിസോഴ്സസ് ആർ നോൺ റിന്യൂഡ് വൺസ് എക്സോസ്റ്റഡ്. ഒരിക്കലും ഇത് ഉപയോഗിച്ച് തീർന്നു പോയി കഴിഞ്ഞാൽ എന്താ റിന്യൂ ചെയ്യാൻ പറ്റാത്തത്. ദെൻ ഇൻഎക്സോസ്റ്റബിളിൻ്റെ അത് ദീസ് ആർ റിന്യൂവബിൾ ഓർ റിപ്ലനീഷബിൾ റിസോഴ്സസ്. ഇപ്പോൾ ഉപയോഗിക്കും തോറും എന്താ വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു നദിയിൽ നിന്നും ജലം എടുക്കുകയാണെങ്കിൽ ആ വെള്ളം വീണ്ടും വന്നുകൊണ്ടിരിക്കും. ദെൻ ദേ ആർ നോൺ റിപ്ലനീഷബിൾ റിസോഴ്സസ് ആൻഡ് ഫിനിറ്റ്. അപ്പം എന്താ അതൊരു നിശ്ചിത അളവിൽ മാത്രമേ ഉള്ളൂ. വീണ്ടും ഉപയോഗിക്കും തോറും അത് അവസാനിക്കും. ദെൻ ദീസ് റിസോഴ്സസ് ഹാവ് ദി എബിലിറ്റി ടു റിന്യൂ ദം ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ആൻഡ് ഇൻഫിനിറ്റ്. ഇതിൻ്റെ എന്താ അവൈലബിലിറ്റി ഇൻഫിനിറ്റ് ആണ്, നമുക്കൊരു അളവ് പറയാൻ പറ്റില്ല. അതിൻ്റെ എക്സാമ്പിളായിട്ട് എന്താ? സൺലൈറ്റ്, വാട്ടർ എക്സെട്ര. സൂര്യപ്രകാശവും വെള്ളവും ഒന്നും എന്താണ് ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതല്ല, അത് അൺലിമിറ്റഡ് ആണ്. അതേസമയം അയൺ, കോൾ ആൻഡ് അതർ മിനറൽസ് അതൊക്കെ എന്താ അത് എക്സോസ്റ്റ് ചെയ്യും. അത് നമ്മൾ എടുക്കും തോറും ആ ക്വാണ്ടിറ്റി അത് ഇല്ലാതാകുന്നു, വീണ്ടും അത് റിപ്ലേസ് ചെയ്യാൻ പറ്റാതെ വരുന്നതാണ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ഡീഫോറസ്റ്റേഷൻ? വനനശീകരണം. ഇപ്പം കൂടിയ അളവിൽ അല്ലെങ്കിൽ ലാർജ് സ്കെയിലായിട്ട് വനം വെട്ടി നശിപ്പിക്കുക, മനുഷ്യൻ്റെ മനുഷ്യൻ്റെ വാസസ്ഥലങ്ങൾക്കും മറ്റ് ടൗൺഷിപ്പുകളൊക്കെ കെട്ടിപ്പടുക്കുന്നതിനുമായിട്ട് അതാണ്. ഇപ്പം ഡീഫോറസ്റ്റേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ലാർജ് സ്കെയിൽ റിമൂവൽ ഓഫ് ട്രീസ് ഫ്രം ഫോറസ്റ്റ്, വനങ്ങളിൽ നിന്നും ഓർ അതർ ലാൻഡ്സ് ഫോർ ഫെസിലിറ്റേഷൻ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടിയാണ്. ഇറ്റ് ഈസ് എ സീരിയസ് എൻവയോൺമെൻറ്റൽ കൺസേൺ സിൻസ് ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ദി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഡാമേജ് ടു നാച്ചുറൽ ഹാബിറ്റാറ്റ്സ്, disturbances in the water cycle and soil erosion. Deforestation is also a contributor to climatic change and global warming. വനനശീകരണം കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്നു. Deforestation. Then the fourth question is what do you mean by energy resources? ഊർജ സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? എനർജി റിസോഴ്സസ്. Energy is the capacity to do work and is required for life process. എന്താ ജോലി ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് എനർജി എന്ന് പറയുന്നത്. An energy resource is something that can produce heat, power, life, move objects or produce electricity. Matter that stores energy is called a fuel. എന്താ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വസ്തുവിനെ നമ്മൾ ഫ്യൂവൽ എന്ന് പറയും. ഇപ്പം പെട്രോൾ ഫ്യൂവലാണ്, കോൾ ഫ്യൂവലാണ്, നാച്ചുറൽ ഗ്യാസ് ഫ്യൂവലാണ്. അപ്പം തന്നെ ഇതെല്ലാമാണ് എന്താ എനർജി റിസോഴ്സസിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ദെൻ വാട്ട് ഈസ് പൈറോളിസിസ്? പൈറോളിസിസിൻ്റെ ഒരു മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? താപവിഘടനം. തെർമൽ പവർ ഉപയോഗിച്ച് വസ്തുക്കളെ വിഘടിപ്പിക്കുക, അതിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. പൈറോളിസിസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് സബ്ജക്റ്റിംഗ് substances to a highly elevated temperatures, ഉന്നത ഊഷ്മാവിൽ
in relatively inert atmospheres in order to facilitate their thermal decomposition. ഇപ്പോൾ പൈറോളിസിസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ഓർത്തിരിക്കുന്ന തെർമൽ ഡീകമ്പോസിഷൻ, താപവിഘടനം. It is important to note that the process of pyrolysis brings about a chemical change in substance subject to it. Then the term pyrolysis has Greek roots, from Greek origin, and can be roughly translated as fire separating. തീ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുക, വിഘടിപ്പിക്കുക. Generally, substances that are subject to pyrolysis undergo a chemical decomposition reaction and break down into multiple product compounds. The process of pyrolysis is widely used to break down organic substances. ഇനോർഗാനിക് അല്ല, ഓർഗാനിക്കാണ്. ജൈവ വസ്തുക്കളുടെ വിഘടനത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് pyrolysis. Then sixth one is, what is ozone layer depletion? ഓസോൺ ലെയറിൻ്റെ ക്വാളിറ്റി കുറയുന്നു. ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഓസോൺ ലെയർ ഡിപ്ലീഷൻ മീൻസ് ദി thinning of the ozone layer present in the atmosphere that is harmful to nature and atmosphere. Ozone layer depletion is one of the major problems for the atmosphere and also for all living beings, including the flora and fauna of this earth. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ ദോഷകരമായിട്ട് ബാധിക്കാവുന്ന ഒരു പ്രോസസ്സാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അൾട്രാ വയലറ്റ് റേസിനെ ഫിൽറ്റർ ചെയ്ത് തടഞ്ഞു നിർത്തുന്ന ഒരു ലെയറാണ് നമ്മൾ ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സുഷിരങ്ങൾ വീഴുകയോ അല്ലെങ്കിൽ അതിൻ്റെ കട്ടി കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ സൂര്യപ്രകാശം അൾട്രാ വയലറ്റ് റേസ് ഉൾപ്പെടെ ഭൂമിയിലേക്ക് പതിക്കും. ഇത് നേരിട്ട് ഭൂമിയിൽ പതിക്കുന്നത് എന്താണത്? നമ്മുടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ അപകടമായിട്ട് ബാധിക്കുന്നു. Then the seventh one is industrial ecology, വ്യാവസായിക പരിസ്ഥിതി ശാസ്ത്രം. വ്യവസായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാരിസ്ഥിതിക ശാസ്ത്രമാണ് ഇൻഡസ്ട്രിയൽ എക്കോളജി. Industrial ecology is the study of systematic relationship between society, the economy and natural environment. സമൂഹവും എക്കണോമിയും അതുപോലെ തന്നെ നാച്ചുറൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ബന്ധത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു പഠന രീതിയാണ് ഇൻഡസ്ട്രിയൽ എക്കോളജി. It focuses on the use of technology to reduce environmental impact and reconcile human development with environmental stewardship while recognizing the importance of socio-economic factors in achieving these goals. Industrial ecology studies often quantify the use and cycling of materials and energy in society and their exchanges, extraction and emission with nature. ഭൂമിയിൽ നിന്നും റിസോഴ്സ് നമ്മളെന്താ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുകയും അതിനെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എക്കോളജി. പിന്നെ വാട്ട് ഈസ് ഇൻസ്റ്റാ ബാങ്കിങ്? നമ്മൾ ഈ ഓൺലൈൻ ബാങ്കിങ് തന്നെയാണ് ഇൻസ്റ്റാ ബാങ്കിങ്. The term Insta banking denotes instant banking. One can open instant saving accounts online with a few clicks and enjoy seamless banking facilities without any delay. യാതൊരു താമസവുമില്ല. നമുക്കെന്താ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ബാങ്കിങ് രീതിയാണ് ഇൻസ്റ്റാ ബാങ്കിങ്. The customer can access his Insta account on mobile or laptops as per his convenience. Besides offering the regular banking facilities, these accounts often bring along multiple benefits such as zero balance account, complimentary debit card, free digital transactions, discounts for other bank products, etc. Instant banking, online banking, മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒക്കെ ഉപയോഗിച്ച് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്ന ബാങ്കിങ് ആണ്. Then explain the 4 P's of green marketing activities. ഇപ്പം ഗ്രീൻ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 4 P's എന്തൊക്കെയാണ്? 4 P's ഓഫ് ഗ്രീൻ മാർക്കറ്റിംഗ് ആർ 1. ഗ്രീൻ പ്രോഡക്റ്റുകൾ ഗ്രീൻ ആയിരിക്കണം. Organizations should produce green products using environmental friendly materials. Then green price. The cost of green products may be comparatively higher and should be communicated transparently. സാധാരണ ഗ്രീൻ പ്രോഡക്റ്റുകളുടെ പ്രൈസ് എല്ലാം മറ്റ് പ്രോഡക്റ്റുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. Then the third P is green distribution. Then place. The distribution channel has an impact of the ecological footprint. The focus is on sustainable packaging and conservation of resources. That is green distribution.
Then green promotion. ഇപ്പം നാലാമത്തെ P ആണ് green promotion. The promotion method should utilize eco-friendly advertising campaigns in marketing of the products. What are the 4 P's? I'll explain 4 P's of green marketing. Then the 10th one is who is a public information officer as per RTI Act, the PIO, Public Information Officer. Section 5 subsection 1 of the Central Act requires the appointment of as many public information officers in all administrative units and offices of the public authority and are necessary to provide the public with access to information. In practice, this means that virtually every government office should have someone in them who is designated as PIO, who will be responsible for receiving and processing applications. ഇപ്പോൾ RTI ആക്ട് പ്രകാരം ഒരു ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുകയും അത് പ്രോസസ്സ് ചെയ്യുകയും ആവശ്യമായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി പബ്ലിക് അതോറിറ്റിയുടെ ഓഫീസുകളിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓഫീസേഴ്സാണ് എന്താണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് PIO. Then next 11th one is what are the documents supporting the appeal? ഇപ്പം ഒരു RTI ആക്ട് പ്രകാരം ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയാണ് എങ്കിൽ നമ്മളെന്താ അതിനൊരു പുനഃപരിശോധനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പുനർവിചാരണയ്ക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ പുനഃപരിശോധന ഹർജി അല്ലെങ്കിൽ പുനഃപരിശോധന അപേക്ഷ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ് വേണം നമ്മൾ ആ അപ്പീൽ ആപ്ലിക്കേഷനോടുകൂടി സപ്പോർട്ടീവായിട്ട് കൊടുക്കേണ്ടത്? ഡോക്യുമെന്റ് സപ്പോർട്ടിംഗ് ദി അപ്പീൽ. While filing the first appeal, attach the following documents: self-attested photocopy of the RTI application, self-attested copy of the PIO's response. ഇപ്പം അപ്പീൽ റിജക്റ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ ഒരു സെൽഫായിട്ട് സ്വയം അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി ആ കമ്പനി കൊടുത്തിരിക്കണം. Then other documents are justifying the grounds of appeal. ഇനി മൂന്നാമത്തെ എന്താ, മറ്റെന്തെങ്കിലും ഡോക്യുമെന്റുകൾ ഒരു അപ്പീൽ കൊടുക്കുന്നതിന് ന്യായീകരണം ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റുകളും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. Then 12th question is who is OHCHR? The Office of the UN High Commissioner for Human Rights, OHCHR, also known as the UN Human Rights Office, is mandated to promote and protect all human rights established in the UN Charter and is in international human rights laws and treaties. ഇതാണ് നമുക്ക് എന്താ 12 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുക, 20 മാർക്കായിരിക്കും വരുന്നത്. പാർട്ട് ബിയിൽ നമുക്ക് എന്താ ആൻസർ ഇനി 6 ക്വസ്റ്റ്യൻസ് എന്നാണ്, ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വെച്ച്. അപ്പം പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താ ഒരു 2 പേജെങ്കിലും ഉള്ള ആൻസേഴ്സ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. പാർട്ട് എയിലാണെങ്കിൽ ഒരു 3 to 4 സെന്റൻസ് മതി. പാർട്ട് ബിയിൽ ആദ്യം എന്താ 13ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെന്റ്? സസ്റ്റൈനബിൾ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതായ ഒരു വാട്ടർ മാനേജ്മെന്റ് എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നത്? സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെന്റ് മീൻസ് യൂസിങ് വാട്ടർ ഇൻ എ വേ ദാറ്റ് മീൻസ് കറന്റ് എക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് നീഡ്സ് വിതൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി ടു മീറ്റ് ദോസ് നീഡ്സ് ഇൻ ഫ്യൂച്ചർ. ഇപ്പം എന്താ നിലവിലുള്ളതിലെയും പ്രസന്റിനെയും ഫ്യൂച്ചറിലെയും വാട്ടർ യൂസേജിനെ ഒരേ രീതിയിൽ ബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ്. എന്താ നിലവിൽ നമ്മൾ ജലം കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാരണവശാലും ഭാവിയിലെ ജലലഭ്യതയെ ബാധിക്കാൻ പാടില്ല. അപ്പം ആ രീതിയിലുള്ള ഒരു വാട്ടർ മാനേജ്മെന്റ് എന്നാണ് സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെന്റ് ആണ്. The important areas of sustainable water resource management are number 1, sustainable water resources management and governance, water demand management, water resource system monitoring and modeling, water resource production and planning, water economics, water allocation and water recycling, water harvesting, river basin closure, regional and international water related policy. ഇതൊക്കെ ഓരോ സെന്റൻസിലോട്ട് കൺവേർട്ട് ചെയ്താൽ അത് നമുക്ക് ആവശ്യത്തിനുള്ള ആൻസർ എഴുതാൻ സാധിക്കും. ബി, വാട്ടർ ആൻഡ് വാട്ടർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പം നമുക്കെന്താ മലിനജലത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ദെൻ വേസ്റ്റ് വാട്ടർ റീയൂസ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ 2ാമത്തെ ഹെഡിങ്ങിൽ വരുന്നതാണ്. 3ാമത് എന്താ സസ്റ്റൈനബിൾ അർബൻ വാട്ടർ മാനേജ്മെൻറ്റ്.
നഗരപ്രദേശങ്ങളിലെ വാട്ടർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് സസ്റ്റൈനബിൾ അർബൻ വാട്ടർ മാനേജ്മെൻറ്റ്. ഡ്രെയിനേജ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് ഇൻ അർബൻ ഏരിയാസ്, നഗരപ്രദേശങ്ങളിലെ ഡ്രെയിനേജ് സിസ്റ്റം, വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം under extreme weather conditions, then hydroelectric assessment and analysis, then integrated urban water resource management. നമ്മൾ ഇതെല്ലാം അതിൻ്റെ മെയിൻ പോയിന്റുകൾ മാത്രമാണത്. ഓരോ സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. ദെൻ സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെൻറ്റ് ആൻഡ് ഫുഡ് പ്രൊഡക്ഷൻ, വാട്ടർ യൂസ് ആൻഡ് ഇറിഗേഷൻ, അഗ്രികൾച്ചർ, അക്വാകൾച്ചർ, ഹൈഡ്രോഫോണിക്സ് ആൻഡ് അക്വാഫോണിക്സ്, വാട്ടർ ഫുഡ് എനർജി നെക്സസ്. ഇതെന്താ സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെൻറ്റും ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ദെൻ ഈ വാട്ടർ ആൻഡ് എനർജി സസ്റ്റൈനബിലിറ്റി, ഹൈഡ്രോ പവർ, ഇൻ്റഗ്രേറ്റഡ് വാട്ടർ എനർജി നെക്സസ്, ഫുഡ് പ്രിന്റ് സ്റ്റഡീസ്. ദെൻ എനർജി സപ്ലൈ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ടർ യൂസ്, വാട്ടർ സപ്ലൈ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എനർജി. ഇതെല്ലാം ഈ ഹെഡിങ്ങുകളാണ്. ഇതൊക്കെ ഓരോ സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. ദെൻ എഫ്, വാട്ടർ ആൻഡ് സസ്റ്റൈനബിൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻട്രാക്ഷൻ. ജി, വാട്ടർ ആൻഡ് സസ്റ്റൈനബിൾ എക്കോ സിസ്റ്റംസ്. ഇതെല്ലാം നോട്ടിലുണ്ട്, നിങ്ങൾ നോക്കി പഠിച്ചാൽ നന്നായിരിക്കും. എച്ച്, സസ്റ്റൈനബിൾ ആപ്ലിക്കേഷൻ, ഹൈഡ്രോളജി ആൻഡ് ഹൈഡ്രോളിക്സ്. എന്താ ഈ ഒരു എച്ച് വരെയുള്ള പോയിന്റുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വാട്ട് ഡു യു മീൻ ബൈ സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെൻറ്റ്? അപ്പം സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ് ഇതെല്ലാം. ഈ എല്ലാ പോയിന്റുകളും ഓരോ സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് പ്രോബ്ലംസ് ഇൻ ദി വേൾഡ്? അപ്പം ലോകത്തിലെ എന്താ ഭക്ഷ്യപ്രശ്നം, ഫുഡ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഫുഡ് പ്രോബ്ലം. ദി ഗ്ലോബൽ ഫുഡ് പ്രോബ്ലം കൺസിസ്റ്റ് ഓഫ് ലാക്ക് ഓഫ് ഫുഡ് പ്രൊവിഷൻ ഫോർ എക്സ് പോപ്പുലേഷൻ. ആവശ്യത്തിന് ആഹാര വസ്തുക്കൾ ലഭ്യമല്ലാതാകുന്നു. അതാണ് ഫുഡ് പ്രോബ്ലത്തിൻ്റെ കാരണം. It manifests itself primarily in the poorest countries of the third world and is currently aggravating as their populations grow. എന്താ ഈ തേർഡ് വേൾഡ്, മൂന്നാം ലോക രാജ്യങ്ങളിലെ പാവപ്പെട്ട രാജ്യങ്ങളിൽ ആണ് ആളുകൾ പ്രധാനമായിട്ടും ഫുഡ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. അവിടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയും ഫുഡ് പ്രോബ്ലം കൂടി വരികയും ചെയ്യും. The total number of people suffering from lack of food is over 1 billion people worldwide. ലോകമെമ്പാടും എന്താണ് 100 കോടിയിലധികം, 1 ബില്യൺ, 100 കോടിയിലധികം ജനങ്ങൾ ഫുഡ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരാണ്. അവർക്ക് ആവശ്യത്തിന് ആഹാരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താ അണ്ടർ നറിഷ്ഡ് ആണ്, അല്ലെങ്കിൽ മാൽ നറിഷ്മെൻ്റ് ആണ്, പോഷകാഹാരക്കുറവ്. ഇപ്പോൾ ലോക ജനസംഖ്യ 2023 ഏകദേശം 8.1 ബില്യനാണ്, 8.1. 810 കോടിയിൽ 100 കോടിയിലധികം ആളുകൾ ലോകമെമ്പാടും എന്താണ് ഫുഡ് ഷോർട്ടേജ് ഫേസ് ചെയ്യുന്നവരാണ്. ദി മേജർ ഫുഡ് പ്രോബ്ലംസ് ഇൻ ദി വേൾഡ് ആർ, പ്രധാനപ്പെട്ട ഫുഡ് പ്രോബ്ലംസ് ലോകമെമ്പാടും ഫേസ് ചെയ്യുന്ന മേജർ ഫുഡ് പ്രോബ്ലംസ്. വൺ ഈസ് ഹങ്കർ ആൻഡ് അണ്ടർ നറിഷ്മെൻറ്റ്, വിശപ്പും പോഷകാഹാരക്കുറവും. അണ്ടർ നറിഷ്മെൻറ്റ് ഈസ് ദി ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് കലോറീസ് ഇൻ അവൈലബിൾ ഫുഡ്. കലോറീസ് നമുക്കെന്താ ഊർജാവശ്യത്തിന് വേണ്ടിയുള്ള, ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമുള്ള പ്രവർത്തന ശേഷിക്ക് വേണ്ടിയുള്ള സബ്സ്റ്റൻസ് ഇല്ലാതാവുക. Available food so that one has little or no ability to move or walk. Those who receive less than 80% of their minimum daily calorie intake requirement are considered seriously undernourished. Lack of energy and nutrients makes man more susceptible to infectious disease. രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലുണ്ട് പോഷകാഹാരങ്ങൾ ആവശ്യത്തിന് ലഭിക്കുന്നില്ല എങ്കിൽ. സെക്കൻഡ്, അഗെയിൻ വീണ്ടും എന്താണ് മാൽ നറിഷ്മെൻ്റ് ആണ്. അതും ആഹാരത്തിൽ പോഷക ഘടകങ്ങൾ ആവശ്യത്തിന് ഇല്ലാതാവുക. മാൽ നറിഷ്മെന്റ് ഈസ് ലാക്ക് ഓഫ് സ്പെസിഫിക് കമ്പോണൻസ് ഓഫ് ഫുഡ് സച്ച് ആസ് പ്രോട്ടീൻ, വൈറ്റമിൻസ് ഓർ എസെൻഷ്യൽ കെമിക്കൽ എലമെന്റ്സ്. ഇൻ ദിസ് കേസ് പീപ്പിൾ may not die outright, they are less productive than normal and can suffer permanent brain damage and other problems like anemia, goiter, etc. അവർക്ക് വിളർച്ചയും ഗോയിറ്റർ പോലെയുള്ള മറ്റു രോഗങ്ങളും ഉണ്ടാകാം. അവർ പഞ്ഞം കടന്ന ഉടനെ മരണപ്പെടണമെന്നില്ല. അവിടെ എന്താ പ്രശ്നം? അവർ ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ ആവശ്യത്തിന് ന്യൂട്രിയൻസ് ഉള്ള, അല്ലെങ്കിൽ ആവശ്യത്തിന് പോഷക ഘടകങ്ങളുള്ള ആഹാരം ലഭിക്കുന്നില്ല. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും 2 ഭക്ഷ്യപ്രശ്നങ്ങൾ.
Then 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി കോസ് ഓഫ് ഡെസർട്ടിഫിക്കേഷൻ? വനനശീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഹൗ ക്യാൻ ഇറ്റ് ബി പ്രിവെൻറ്റഡ്? ഇപ്പം വനനശീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്, അത് നമുക്കെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും? ദി കോസ് ഓഫ് ഡെസർട്ടിഫിക്കേഷൻ ക്യാൻ ഐദർ ബി നാച്ചുറൽ ഓർ മാൻ മെയ്ഡ്, പ്രകൃതിദത്തമായതും മനുഷ്യനിർമ്മിതവുമാകാം. ദി മെയിൻ കോസ് ഫോർ ഡെസർട്ടിഫിക്കേഷൻ ആർ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം, സോയിൽ പൊല്യൂഷൻ, ഇവിടെ നമുക്കെന്താ മണ്ണ് മലിനീകരണമാകുന്നു, ഓവർ കൾട്ടിവേഷൻ, കൂടുതലായിട്ട് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് എർത്ത്, ഓവർ കൾട്ടിവേഷൻ, വേരിയേഷൻസ് ഇൻ ക്ലൈമറ്റ്, ഓവർ ഗ്രേസിംഗ് ബൈ ആനിമൽസ്, ഇൻഅപ്രോപ്രിയേറ്റ് ഓർ ഇറിഗേഷൻ പ്രാക്ടീസ് റിസൾട്ടിങ് ഇൻ സലൈനൈസേഷൻ. ഈ സലൈനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലവണാംശം കൂടുക, മണ്ണിൽ ലവണാംശം കൂടുകയും അത് സസ്യങ്ങളുടെ വളർച്ചയെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യുക. ദെൻ ഫാമിൻ, പോവർട്ടി ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, urbanization and development of tourism, unsustainable water management, overpopulation and overexploitation of natural resources. ഇതെല്ലാം എന്താ, ഈ 11 കാരണങ്ങളും നമ്മൾ ഡെസർട്ടിഫിക്കേഷൻ്റെ മരുഭൂമിവൽക്കരണമാണ് കേട്ടോ. ഡെസർട്ടിഫിക്കേഷൻ, മരുഭൂമിവൽക്കരണം. എന്തുകൊണ്ടാണ് നമ്മുടെ കൾട്ടിവബിൾ ലാൻഡ്, കൃഷിഭൂമി മരുഭൂമിയായിട്ട് മാറുന്നത്? ഡെസർട്ടിഫിക്കേഷൻ. ദെൻ അതിൻ്റെ പ്രിവെൻറ്റ് ഡെസർട്ടിഫിക്കേഷൻ, നമ്മളെ മരുഭൂമിവൽക്കരണത്തെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കൃഷിഭൂമി മരുഭൂമിയായി മാറുന്നതിനെ തടയുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? വൺ, സ്ട്രിക്റ്റർ റെഗുലേഷൻസ് റിഗാർഡിംഗ് ഫാമിംഗ് പ്രാക്ടീസസ്. നമുക്ക് നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരിക. ദെൻ അഗെയിൻ റിഡക്ഷൻ ഇൻ ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ്, then reforestation, population control, technological advancements, confinement of mining practices, avoidance of pollution, adjustments in consumption, avoid waste production, education. Then 11ാമത്തെ convenience others, convince others, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. ഇത് 11 പോയിന്റുകളാണ് നമ്മൾ ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സായിട്ടും കോസായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇതിലേതെങ്കിലും 5 പോയിന്റുകൾ എടുത്ത് ഓരോ പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്താലും മതി. കാരണം 5 മാർക്കിന് ഒരു 2 പേരൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന 5-6 പോയിന്റുകൾ വീതം സെലക്ട് ചെയ്ത് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ ദ റീസൺസ് ഓഫ് ഹാബിറ്റാറ്റ് ലോസ്. ഇപ്പം ആവാസ വ്യവസ്ഥയിൽ നഷ്ടം സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഹാബിറ്റാറ്റ് ലോസ് ഈസ് ദി ഡിസ്ട്രക്ഷൻ ഓർ ഓൾട്ടറേഷൻ ഓഫ് ദി നെസസറി കണ്ടീഷൻസ് ഫോർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ടു സർവൈവ് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ്. ഏതെങ്കിലും ഒരു ഏരിയയിൽ സസ്യങ്ങൾക്കും ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടിയുള്ള ഒരു അവസ്ഥ ഇല്ലാതാവുക. ഇറ്റ് നോട്ട് ഓൺലി അഫക്ട്സ് ഇൻഡിവിജ്വൽ സ്പീഷീസ് ബട്ട് ദി എൻറ്റയർ എക്കോസിസ്റ്റം. Its reasons are 1. Increase agricultural activities. ഏതെങ്കിലും ഏരിയയിൽ കൂടുതൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ ആവാസ വ്യവസ്ഥയെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാം. ദെൻ മീറ്റ് പ്രൊഡക്ഷൻ, മാംസം ഉൽപാദനത്തിന് വേണ്ടി അനിയന്ത്രിതമായിട്ട് മൃഗങ്ങളെ കൊന്നൊടുക്കുക. ദെൻ കോസ്റ്റൽ ഡെവലപ്മെൻറ്റ്, നമുക്കെന്താ തീരദേശത്തിൻ്റെ വികസനം, കോസ്റ്റൽ ഡെവലപ്മെൻറ്റ്. ദെൻ ഓവർ ഗ്രേസിംഗ്, കൂടിയ അളവിൽ വളരെ കൂടിയ രീതിയിൽ മൃഗങ്ങളെ അഴിച്ചുവിട്ട് നമ്മുടെ ഗ്രാസ് ലാൻഡുകളെല്ലാം നശിപ്പിക്കുക. ഓവർ ഗ്രേസിംഗ് ബൈ ആനിമൽസ്, പൊല്യൂഷൻ, മലിനീകരണം, ക്ലൈമറ്റ് ചേഞ്ച്. ഈ 6 പോയിന്റുകൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം, എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമാണ്. ഈ 6 പോയിന്റുകളും പ്രധാനമായിട്ട് എന്താ, ആവാസ വ്യവസ്ഥയുടെ നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളാണ്. റീസൺസ് ഫോർ ഹാബിറ്റാറ്റ് ലോസ്. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഹെഡ്സ് അണ്ടർ വിച്ച് അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഈ സ്റ്റഡീഡ്. ഇപ്പം നമ്മളെന്താ ഏതൊക്കെ ഹെഡിൻ്റെ കീഴിലാണ് പ്രധാനമായിട്ടും വാട്ടർ പൊല്യൂഷൻ്റെ ദോഷവശങ്ങൾ സ്റ്റഡി ചെയ്യപ്പെടാറുള്ളത്? വാട്ടർ പൊല്യൂഷൻ ഒക്കേഴ്സ് വെൻ ഹാംഫുൾ സബ്സ്റ്റൻസസ്, അതർ ഓഫൺ കെമിക്കൽസ് ഓർ മൈക്രോ ഓർഗാനിസംസ് കണ്ടാമിനേറ്റ് എ സ്ട്രീം. കണ്ടാമിനേറ്റ് ചെയ്യുക, മലിനമാക്കുക. Lake, ocean, aquifer or other body of water.
then degrading water quality and rendering it toxic. എന്താ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്നത് വിഷാംശമുള്ളതാക്കി മാറ്റുകയും ചെയ്യുക. ടോക്സിക് ടു ഹ്യൂമൻസ് ഓർ എൻവയോൺമെൻറ്റ്. ഇറ്റ് അഡ്വൈസ് ഇഫക്ട്സ് ആർ effects of water pollution. The effect of water pollution depends upon the type of pollutants and its concentration. എന്താണ് പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ്, ഇത് എത്രമാത്രം അളവിലുണ്ട്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇഫക്റ്റ് നമ്മളെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഓൾസോ ദി ലൊക്കേഷൻ ഓഫ് വാട്ടർ ബോഡീസ് ഈസ് an important factor in determining levels of pollution. 1. Water bodies in the vicinity of urban areas are extremely polluted. ഇപ്പം നഗരപ്രദേശങ്ങളിൽ അത് എക്സ്ട്രീംലി പൊല്യൂട്ടഡ് ആണ്. ദെൻ രണ്ടാമത് വാട്ടർ പൊല്യൂഷൻ ഡ്രാസ്റ്റിക്കലി അഫക്ട്സ് അക്വാട്ടിക് ലൈഫ്. ഇപ്പം അക്വാട്ടിക് ലൈഫ് ജലത്തിലെ ജലജീവികളുടെ ജീവനെയും നിലനിൽപ്പിനെയും അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. ദി ഇഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ക്യാൻ ഹാവ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ഫുഡ് ചെയിൻ. നമ്മുടെ ഫുഡ് പ്രൊഡക്ഷനും ഫുഡ് കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫുഡ് ചെയിനെ വളരെ ദോഷകരമായിട്ട് വാട്ടർ പൊല്യൂഷൻ ബാധിക്കാം. നാലാമത് ഹ്യൂമൻസ് ആർ അഫക്റ്റഡ് ബൈ പൊല്യൂഷൻ ആൻഡ് ക്യാൻ കോൺട്രാക്ട് ഡിസീസസ്. ആളുകൾക്ക് മനുഷ്യനെ പൊല്യൂഷൻ അഫക്റ്റ് ചെയ്യുകയും രോഗകാരണമാവുകയും ചെയ്യും. ദി എക്കോസിസ്റ്റം ക്യാൻ ബി ക്രിട്ടിക്കലി അഫക്റ്റഡ്. പ്രധാനമായിട്ടും നമ്മുടെ എക്കോസിസ്റ്റം, നമ്മുടെ ആവാസ വ്യവസ്ഥയെ വളരെ ദോഷകരമായിട്ടത് ബാധിക്കാവുന്നതാണ്. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് മെഷേഴ്സ് ഫോർ വാട്ടർ കൺസർവേഷൻ. വാട്ടർ കൺസർവേഷനായിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലെങ്കിൽ മോഡ്സ് ഓഫ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? വാട്ടർ കൺസർവേഷൻ ഇൻക്ലൂഡ്സ് ഓൾ പോളിസീസ്, സ്ട്രാറ്റജീസ് ആൻഡ് ആക്ടിവിറ്റീസ് ടു സസ്റ്റൈനബിളി മാനേജ് ദി നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ, ടു പ്രൊട്ടക്ട് ദി ഹൈഡ്രോസ്ഫിയർ ആൻഡ് ടു മീറ്റ് ദി കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഹ്യൂമൻ ഡിമാൻഡ്. ദി ഇമ്പോർട്ടൻറ്റ് മോഡ്സ് ആൻഡ് മെഷേഴ്സ് ഫോർ വാട്ടർ കൺസർവേഷൻ ആർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഇതെന്താ? വാട്ടർ കൺസർവേഷൻ്റെ പ്രധാനപ്പെട്ട മാർഗങ്ങൾ അല്ലെങ്കിൽ മോഡ്സ് ആണ്. ഒന്ന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ള കൊയ്ത്ത്. നമ്മൾ ഈ മഴ കൊയ്ത്ത് എന്നൊക്കെ പറയുന്നത് മഴവെള്ള സംഭരണം. വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ഇത് നീർത്തട മാനേജ്മെൻ്റ് ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോറേജ് റിസർവോയേഴ്സ്, വെള്ളം തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി റിസർവോയേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ. ദെൻ റീയൂസ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ. ആൻഡ് 5 ബെറ്റർ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ഈ 5 പോയിന്റുകളാണ് നമ്മൾ വാട്ടർ മാനേജ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ വാട്ടർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈ 5 പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി വന്നിരിക്കുന്ന പാർട്ട് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. നിങ്ങൾ ആ പാർട്ടും കൂടെ വാച്ച് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.